Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. നല്ല സിസ്റ്റർ നോക്കിയോ എല്ലാവരും? എന്തിന്റെ റിസൾട്ടാ മാം? കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോന്ന്? ഓക്കെ ആണോ? ഓക്കെയാണ് മാം. നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും ഒരുവിധം ആയില്ലേ? എല്ലാ ചാപ്റ്റേഴ്സും കഴിയാറായി. ഏകദേശം എല്ലാം ആയി. നിങ്ങളുടെ ചാപ്റ്റേഴ്സ് തീർന്നിട്ടില്ലല്ലോ എല്ലാം? ഇല്ലേ? കുറച്ചുകൂടി ഉണ്ട്. എക്സാം ഡേറ്റ് പറയൂ കേട്ടോ, ചാപ്റ്റേഴ്സ് ഒക്കെ തീർക്കട്ടോ. എക്സാം ഡേറ്റ് ആയില്ലേ? ചാപ്റ്റേഴ്സ് തീരണ്ടേ? അതെ അതെ, തീരാറായി. സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് ആണ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? യെസ് മാം. അതില് സർവീലൻസ് ആ ഒരു പാരഗ്രാഫ് പറഞ്ഞല്ലോ, അത് കംപ്ലീറ്റഡ് ആയി. നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങും കേട്ടോ. അപ്പൊ റിവിഷൻ ഒക്കെ തുടങ്ങിക്കോട്ടോ. ചാപ്റ്റേഴ്സ് ഒക്കെ ചില ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്നല്ലോ അല്ലേ? സമയം കിട്ടുന്നതിനനുസരിച്ച് നമ്മുടെ 5th-ഉം 6th-ഉം മൊഡ്യൂളുകളെല്ലാം കഴിഞ്ഞു അല്ലെ? 7th-ലെ ചില ചാപ്റ്റേഴ്സ് തീർന്നു അല്ലെ? അപ്പൊ സമയം കിട്ടുന്നതിനനുസരിച്ച് ട്ടോ. ഓക്കെ, തുടങ്ങാം നമുക്ക്. All people potentially carry infectious microorganisms അല്ലെ? നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ തന്നെ പാത്തജൻസ് ഉണ്ട് അല്ലേ? ഇല്ലേ? അപ്പൊ നമ്മൾ ഡിപ്ലോമയില് പഠിച്ചു, HA പഠിച്ചു അല്ലെ? അവര് ഓപ്പർച്യൂണിസ്റ്റിക് ആവുകയാണ് അല്ലെ? ചില സിറ്റുവേഷൻസ് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില ട്രീറ്റ്മെന്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർക്ക് അവസരം കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്നു അല്ലെ? അപ്പൊ എന്താണ്? ഓൾ പീപ്പിൾ പൊട്ടൻഷ്യലി ക്യാരി ഇൻഫെക്ഷസ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ? എന്താണ്? എല്ലാ ആളുകളിൽ എന്തുണ്ട്? ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ? എന്താണ്? സാംക്രമിക സൂക്ഷ്മാണുക്കൾ ഉണ്ട്. ആസ് മച്ച് ഇറ്റ് മസ്റ്റ് be assumed that all blood and body fluid substance are potentially infections. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ബ്ലഡും അല്ലെ അതർ ഫ്ലൂയിഡ്സുകൾ, ബോഡി ഫ്ലൂയിഡ്സുകൾ, സബ്സ്റ്റൻസസ് ഒക്കെ എന്താണ്? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളതല്ലേ? നമ്മുടെ ബ്ലഡില് നമ്മുടെ എന്താണ് ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സില് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയില്ലേ? നമുക്ക് ഇൻഫെക്ഷൻസ് വരൂല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് തീർത്ത് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? നമ്മുടെ ബോഡിയിലും നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലും നമ്മുടെ ബ്ലഡിലും അല്ലെ നമ്മുടെ അത് സബ്സ്റ്റൻസിന് എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാന്നാ പറയുന്നേ? സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻസ് ആർ ദി വർക്ക് പ്രാക്ടീസസ് റിക്വയർഡ് ടു അച്ചീവ് എ ബേസിക് ലെവൽ ഓഫ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ അല്ലെ? അപ്പൊ സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻ എന്നത് എന്താണ്? അണുബാധ തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഒരു അടിസ്ഥാന പ്രവർത്തനമാണ് അല്ലെ? ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബേസിക് ലെവൽ ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ആണ് സ്റ്റാൻഡേർഡ് അപ്ലിക്കേഷൻ. ആണോ? But the use of standard
precautions aims to minimize and where possible eliminate the threat of infectious transmission, particularly those caused by blood-borne viruses. അല്ലെ? അപ്പൊ നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ആ ഒരു ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെ? മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ബോക്സിൽ കുറെ പറഞ്ഞു, അല്ലെ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എന്താണെന്നുള്ളത്, അല്ലേ? എക്യുപ്മെന്റ്സുകളൊക്കെ നമ്മൾ എന്താണ് റീപ്രോസസ് ചെയ്യാം, അല്ലെങ്കിൽ വൺ ടൈം യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക, അല്ലെ? ഓർമ്മയുണ്ടോ? അതേനാ ഈ ഒരു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് പഠിച്ചത്. അപ്പൊ അതിലൊക്കെ എന്താണ്, അതൊക്കെ പറഞ്ഞപ്പോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് മിനിമൈസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളല്ലേ അതിൽ പറഞ്ഞത്, അല്ലെ? അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ എയിം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിന്റെ ലക്ഷ്യം. നെക്സ്റ്റ്, and where possible eliminate the threat of infectious transmission, particularly those caused by blood-borne viruses. അല്ലെ? നമ്മുടെ രക്തത്തിലൂടെ പടരുന്ന വൈറസുകളുടെ ട്രാൻസ്മിഷൻസിന്റെ ആ ഒരു ഭീഷണി, ത്രെറ്റ് ഇല്ലാതാക്കുക, എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എന്താണ് നമുക്ക് പരമാവധി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണോ? നമുക്ക് രക്തത്തിലൂടെ പടരുന്ന വൈറസുകളിൽ നിന്നുള്ള ആ ഒരു ട്രാൻസ്മിഷൻ, വൈറസുകളുടെ ഇൻഫെക്ഷൻസിന്റെ ട്രാൻസ്മിഷൻ എന്താണ്, അതിന്റെ ആ ഒരു ഭീഷണി, ത്രെറ്റ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ are designed to reduce the risk of transmission of microorganisms, both recognized and unrecognized source of infection in the hospital. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് എവിടെ നിന്നാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ചില സിറ്റുവേഷനിൽ നമുക്ക് പറയാം, അല്ലെ? ആ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ആ ഒരു പേഷ്യന്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ വന്നതെന്ന് നമുക്ക് പറയാം. ചില സിറ്റുവേഷൻസിൽ നമുക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഇൻഫെക്ഷൻസ് എവിടെ നിന്നാണ്, എന്തിൽ നിന്നാണ് നമുക്ക് വന്നതെന്ന്? ഇല്ല, അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താണ് തിരിച്ചറിഞ്ഞത്, അല്ലെ? നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതും അല്ലെങ്കിൽ തിരിച്ചറിയാത്തതുമായ ആ ഒരു ഇൻഫെക്ഷൻസിന്റെ സോഴ്സ്, അല്ലെ? ഉറവിടത്തിന്റെ എന്താ റിസ്ക് കുറയ്ക്കാൻ, ആ ഒരു ഇൻഫെക്ഷൻസിനെ ട്രാൻസ്മിഷൻ ചെയ്യുന്നത്, പകരുന്നത് റിസ്ക് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്തിന്റെ ലക്ഷ്യം? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് കൊണ്ട് ഡിസൈൻ ചെയ്യുന്നത്, രൂപീകരിച്ചിട്ടുള്ളത്, രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ എന്തിനാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ തിരിച്ചറിഞ്ഞതും തിരിച്ചറിയാത്തതുമായ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന സോഴ്സുകളിൽ നിന്നുള്ള ആ ഒരു ട്രാൻസ്മിഷൻ, അല്ലെ? പകർച്ച റെഡ്യൂസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണോ? നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസില് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അല്ലെ? അതിലെല്ലാം വരുന്നുണ്ട്, അല്ലെ? ആദ്യം പറഞ്ഞിട്ട് എന്താ? പെർഫോം ഹാൻഡ് ഹൈജീൻ, അല്ലെ? ഹാൻഡ് ഹൈജീൻ അതെന്താണ്? ഇൻഫെക്ഷൻസ്, ഒരു മിനിറ്റ് Okay. Okay.
ഇപ്പൊ നോക്കിയേ, നമ്മളിൽ പറഞ്ഞു അല്ലെ, ഹാൻഡ് ഹൈജീൻ പറഞ്ഞു, പിന്നെ എന്താണ് യൂസ് ആൻഡ് ഡിസ്പോസ് ഓഫ് അല്ലേ, ഷാർക്ക് വേസ്റ്റ് അല്ലേ, ഉപയോഗിച്ച ഷാർക്ക് വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. പിന്നെ എന്താണ്, യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ഡിവൈസുകൾ അല്ലെ, എക്യുപ്മെന്റുകൾ, PPE കിറ്റുകൾ ധരിക്കുക. അപ്പൊ അതൊക്കെ എന്താണ്, PPE കിറ്റുകൾ അതൊക്കെ എന്താണ്, നമ്മുടെ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളല്ലേ, പ്രിക്കോഷൻസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ പറയുന്നത് എന്താണ്, അപ്പൊ നമുക്ക് തിരിച്ചറിയാത്ത ഒബ്ജക്റ്റിൽ നിന്നുള്ള, തിരിച്ചറിയാത്ത സോഴ്സിൽ നിന്നുള്ള എന്താണ് ഇൻഫെക്ഷൻസും ഇതുവഴി നമുക്ക് കുറയ്ക്കാലോ ഈ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കുന്നതിലൂടെ. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തതും റെക്കഗ്നൈസ് ചെയ്യാത്തതുമായ സോഴ്സിൽ നിന്നുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് പകർച്ച തടയുന്നതിനുള്ള മാർഗങ്ങളാണ്, അതിനുവേണ്ടി സ്വീകരിക്കുന്ന കാര്യങ്ങളാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്. നെക്സ്റ്റ് പറയുന്നത്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈസ് ടു ഓൾ പേഷ്യൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡയഗ്നോസിസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ പേഷ്യൻസിലും ഉപയോഗിക്കണം അല്ലെ. ഒരു ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരാളിൽ മാത്രമാണോ നമ്മൾ അത് ചെയ്യേണ്ടത്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കേണ്ടത്? അപ്പൊ ഒരു രോഗിക്ക് എന്ത് രോഗമാണ് അല്ലെ, എന്ത് രോഗനിർണയമാണ് എന്ന് പരിഗണിക്കാതെ എല്ലാ രോഗികളിലും നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കണം. ഓക്കെയാണോ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ബാധകമാണ്. നെക്സ്റ്റ് പറയുന്നത്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ ഷാൽ ബി ഇംപ്ലിമെന്റഡ് വെൻ കോണ്ടാക്ട് വിത്ത് എനി ഓഫ് ദി ഫോളോയിങ് ആർ ആന്റിസിപ്പേറ്റഡ് അല്ലെ. പിന്നെ എന്താണ്, താഴെ പറയുന്നവയില് നമുക്ക് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതുമായി സമ്പർക്കം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആവശ്യമാണ്. അപ്പൊ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ടു ഓൾ പേഷ്യൻസ് റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡയഗ്നോസിസ് ഓർ പ്രിസ്യൂംഡ് ഇൻഫെക്ഷൻ സ്റ്റാറ്റസ് അല്ലെ. എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്, അവർക്ക് ഏത് രോഗനിർണയമാണ്, ഒരു രോഗനിർണയം പരിഗണിക്കാതെയും അവരുടെ അണുബാധാവസ്ഥ അല്ലെ, പെർസ്യൂമഡ് ഇൻഫെക്ഷൻ സ്റ്റാറ്റസ്, അവർക്ക് വന്നിട്ടുള്ള ആ ഒരു ഇൻഫെക്ഷൻസിന്റെ സ്റ്റാറ്റസ് പരിഗണിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യണം അല്ലെ. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും തൊട്ടതിന് ശേഷവും എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്, കൈ കഴുകണം അല്ലെ, ഹാൻഡ് വാഷിംഗ് നടത്തണം. അതുപോലെ എന്താണ്, നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ്, പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ PPE കിറ്റുകൾ ധരിക്കണം അല്ലെ. പിന്നെ എന്താണ്, ഒരാളിൽ ഉപയോഗിക്കുന്ന ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യണം അല്ലെ. സിറിഞ്ചുകൾ അങ്ങനെയുള്ള വേസ്റ്റുകൾ ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യണം അല്ലെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മ അവിടെ എന്താണ്, ഒരു രോഗിക്ക് എന്ത് രോഗനിർണയമാണെന്ന് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ, എല്ലാ രോഗികളെയും എന്നാ പറയുന്നത് അല്ലെ. എല്ലാ രോഗികളെയും തൊടുന്നതിന് മുമ്പും ശേഷവും കൈ കഴുകണം അല്ലെ. അതേപോലെ അവരുടെ ഇൻഫെക്ഷൻസിന്റെ സ്റ്റാറ്റസ് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ, ഇൻഫെക്ഷൻ സ്റ്റാറ്റസ് പരിഗണിക്കുന്നുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഒരു രോഗിയുടെ രോഗനിർണയമോ അതല്ലെങ്കിൽ അവരുടെ ഇൻഫെക്ഷൻ സ്റ്റാറ്റസ് പരിഗണിക്കാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ഹാൻഡ്ലിംഗ് ഓഫ് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് താഴെ പറയുന്ന കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് നമ്മ യൂസ് ചെയ്യണം. എന്തൊക്കെയാണ്, നോൺ ഇൻടാക്ട് സ്കിൻ അല്ലെ. ദിസ് ഇൻക്ലൂഡ് റാഷസ്, എന്താണ് നമ്മുടെ സ്കിന്നിൽ ഒരു കേടുപാടുകൾ വരാത്ത രീതിയിൽ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും റാഷസ് വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ വന്നാൽ എന്താണ്, അതിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരാലോ. അപ്പൊ ആ ഒരു കേടുപാടുകൾ വരാത്ത രീതിയിൽ അല്ലെ വന്നു കഴിഞ്ഞാല് നമ്മ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളിപ്പോ ഒരു ഇല്ലേ, അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കണം അല്ലെ. ഒരാളുടെ കയ്യില് മുറിവുണ്ട് അല്ലെ, അയാൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ആ ഒരു ഡോക്ടർ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണോ?
ചർമ്മത്തില്, അതായത് നോൺ ഇൻടാക്ട് സ്കിൻ അല്ലെ, ചർമ്മത്തില് കേടുപാടുകൾ, ദിസ് ഇൻക്ലൂഡ്സ് റാഷസ് ആവാം, അല്ലെങ്കിൽ ചെറിയ മുറിവുകളാവാം അല്ലെ. അപ്പൊ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അതിൽ നിന്ന് ബ്ലഡ് വരും അല്ലെ. അപ്പൊ ഇൻഫെക്ഷൻസ് ബാധിച്ചിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അവരായിട്ട് സമ്പർക്കം പുലർത്തുന്ന ആർക്കും ഇൻഫെക്ഷൻസ് വരാലോ, സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ് നോൺ ഇൻടാക്ട് സ്കിൻ. മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെ, മ്യൂക്കസ് മെംബ്രെയിൻ ആയിട്ട് അതുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. ബ്ലഡുമായിട്ട് അല്ലെ എക്സ്പോസർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ, ഗ്ലൗസുകൾ ഇടുക, PPE കിറ്റുകൾ ധരിക്കുക അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഓൾ അതർ ബോഡി ഫ്ലൂയിഡ്സ് ഓർ സബ്സ്റ്റൻസസ്, എന്താണ്, എക്സെപ്റ്റ് സ്വെറ്റ് ഇട്ട ഉണങ്ങിയ ബ്ലഡ് ആണെങ്കിലും അത് കൈകാര്യം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം എന്ന്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. റിഗാർഡ്ലെസ് ഓഫ് വെദർ ദേ കണ്ടെയ്ൻ വിസിബിൾ ബ്ലഡ് അല്ലെ, എന്താണ് നമുക്ക് എന്താണ് അവയിൽ ദൃശ്യമായ ദടക്കമുണ്ടോ എന്ന് പരിഗണിക്കാതെ തന്നെ അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞു ഇൻവിസിബിൾ ആയിട്ടുള്ള ബ്ലഡുകൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈകളൊക്കെ മലിനമാവാം അല്ലെ. ഇല്ലേ ഇൻഫെക്ഷൻസ് ഇപ്പൊ നമ്മുടെ നോർമൽ ഹാൻഡ് ആണ്, ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്പേസിൽ നമ്മൾ തൊട്ടിട്ടുണ്ട്, ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുള്ള ഒരു പേഷ്യന്റ് തൊട്ട സ്പേസിൽ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമോ, നമ്മുടെ കയ്യിൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, കാണാൻ പറ്റുമോ, ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, അതില് ഈ ഒരു ബോഡി ഫ്ലൂയിഡ്സില് എന്തുകൂടി പറയുന്നുണ്ട്, ദൃശ്യമായ രക്തമുണ്ടോ എന്ന് പരിഗണിക്കാതെ തന്നെ അല്ലെ, നമുക്ക് അദൃശ്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണമെന്ന്, സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ? സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിക്കേണ്ട സമയങ്ങളാണ് കേട്ടോ. എപ്പോഴൊക്കെ നിർബന്ധമായും സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് യൂസ് ചെയ്യണം. ഇപ്പൊ നോൺ ഇൻടാക്ട് സ്കിൻ അല്ലെ, നമ്മുടെ സ്കിന്നുമായിട്ട് കോണ്ടാക്ട് വരുന്ന സമയമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, സ്കിന്നുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് വരുമ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യില്ലേ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് മ്യൂക്കസ് മെംബ്രെയിൻ അല്ലെ, പിന്നെ ബ്ലഡുമായിട്ട് സമ്പർക്കം വരുന്ന സമയത്ത് അതർ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് സമ്പർക്കം വരുമ്പോഴൊക്കെ നിർബന്ധമായിട്ടും നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൺസിസ്റ്റ് ഓഫ് ദി ഫോളോയിങ് പ്രാക്ടീസസ് അല്ലെ. എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ്? ഇനി പറയുന്ന രീതികൾ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ ഉൾപ്പെടുന്നത് നോക്കിയേ. The safe use of disposal of sharp അല്ലെ, എന്താണ് നമ്മൾ ശരിയായ രീതിയിൽ സുരക്ഷിതമായ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക, ഷാർപ്പ് വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക അല്ലെ, കറക്റ്റ് രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്, ഹാൻഡ് ഹൈജീൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓൾ പേഷ്യൻസ് കോണ്ടാക്ട് അല്ലെ, എല്ലാ പേഷ്യൻസിനെയുമായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും നമ്മൾ എന്ത് ചെയ്യുക, കൈകൾ കഴുകുക അല്ലെ. എന്താണ് ആൽക്കഹോൾ റബ്ബുകൾ മറ്റത് ഉപയോഗിച്ച് കാണിട്ട് നമ്മൾ റബ്ബ് ചെയ്യുക, അല്ലെങ്കിൽ കൈ കഴുകുക അല്ലെ, ഹാൻഡ് വാഷിംഗ് ഹാൻഡ് വാഷർ ഉപയോഗിച്ച് കൈ കഴുകുക. അപ്പൊ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹാൻഡ് ഹൈജീൻ ചെയ്യാം അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും ശേഷവും ഹാൻഡ് ഹൈജീൻ ചെയ്യുക. ദ യൂസ് ഓഫ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ, വിച്ച് മേ ഇൻക്ലൂഡ് ഗ്ലൗസ്, ഇംപെർമിയബിൾ അല്ലെ. എന്താണ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ അല്ലെ, PPE കിറ്റുകൾ ധരിക്കുക, അതിൽ ഗ്ലൗസ് കൂടി ഉൾപ്പെടുത്തുക. പിന്നെ എന്താണ് ഇംപെർമിയബിൾ എന്ന് പറഞ്ഞാൽ കിടക്കാനാവാത്ത വിധം. എന്താണ് നമ്മുടെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ എന്തിനു വേണ്ടിയാണ് ധരിക്കുന്നത്, നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെ, നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻസ് കിടക്കാത്തിനാണോ, മൈക്രോ ഓർഗാനിസംസ് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അല്ലേ. അപ്പൊ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിടക്കാൻ അനുവദിക്കാത്ത വിധം നമ്മ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുകയും അതിലെ ഗ്ലൗസുകൾ ധരിക്കുകയും ചെയ്യുക. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് പറയുന്നത് the use of aseptic non-touch technique for all invasive procedure including appropriate use of skin disinfectant അല്ലേ? എന്താണ് നമ്മൾ ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുന്നത്, ഇപ്പൊ സർജറി ചെയ്യുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് എന്തെങ്കിലും ഇൻജെക്ട് ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ കാത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അല്ലെ എന്താണ് ആ ഒരു നമുക്ക് സ്കിൻ ഡിസ്ഇൻഫെക്റ്റന്റ് ആവാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ നോൺ ടച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കുക അല്ലെ. അതിനെന്തൊക്കെ PPE കിറ്റുകൾ ധരിക്കാലോ ഇല്ലേ? അപ്പൊ ഗ്ലൗസുകൾ ധരിക്കുക, PPE കിറ്റുകൾ ധരിക്കുക, അങ്ങനെയുള്ള നോൺ ടച്ച് ടെക്നിക്കുകൾ ഉപയോഗിക്കുക. എന്താണ് ഇൻവേസീവ് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് സ്കിൻ ഡിസ്ഇൻഫെക്റ്റന്റ് മെത്തേഡുകൾ അല്ലെ നമ്മുടെ സ്കിന്നില് എന്താണ് ചർമ്മ അണുനാശിനിയും കൂടാതെ എന്താണ് നോൺ ടച്ച് ടെക്നിക്കുകളും ഉപയോഗിക്കുക. നെക്സ്റ്റ് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാം അല്ലെ. നമ്മൾ വില്ലേജ് വേസ്റ്റ് പഠിച്ചു, ബയോമെഡിക്കൽ വേസ്റ്റ് പഠിച്ചു അല്ലെ. അതിലൊക്കെ പറയുന്നുണ്ട് അല്ലെ ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റുകൾ പറയുന്നില്ലേ? അപ്പൊ എന്താണ് ശരിയായ രീതികളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് റുട്ടീൻ എൻവയോൺമെന്റ് ക്ലീനിങ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യാണ് റുട്ടീൻ ആയിട്ട് അല്ലെ എൻവയോൺമെന്റ് ക്ലീനിങ് ചെയ്യുക. നമ്മുടെ ഹോസ്പിറ്റൽ ആണെങ്കിൽ അറിയാം അല്ലെ എന്താ ദിവസത്തില് 2 തവണയൊക്കെ ക്ലീനിങ് പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് അല്ലെ. രാവിലെ ഡ്യൂട്ടിക്ക് കയറുന്ന ക്ലീനിങ് സ്റ്റാഫുകൾ ചെയ്യും, അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ക്ലീനിങ്ങിന് കയറുമ്പോഴും ആ ക്ലീനിങ് സ്റ്റാഫുകളും അവരുടെ റൗണ്ട്സിന് കയറുമ്പോ ചെയ്യില്ലേ, ഡ്യൂട്ടി സമയത്ത് അവരും ക്ലീനിങ് ചെയ്യില്ലേ. അപ്പൊ എന്താണ് ശരിയായ രീതിയിൽ അല്ലെ റുട്ടീൻ എൻവയോൺമെന്റ് ക്ലീനിങ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് അപ്രോപ്രിയേറ്റ് ഹാൻഡ്ലിംഗ് ഓഫ് ക്ലീനർ അല്ലെ. നമ്മൾ ലോണ്ടറി സർവീസ് പഠിച്ചു അല്ലെ. ഉചിതമായ രീതിയിൽ ലിനൻസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിനൻസ് എന്താണ് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ലിനൻസ് എങ്ങനെയാണ് കഴുകേണ്ടത് അല്ലെ. അത് സോർട്ട് ചെയ്തല്ലേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ. അപ്പൊ ശരിയായ രീതിയിൽ നമ്മുടെ ഹോസ്പിറ്റൽ ക്ലോത്ത്സുകൾ കൈകാര്യം ചെയ്യുക. നെക്സ്റ്റ് റെസ്പിറേറ്ററി ഹൈജീൻ ആൻഡ് കഫ് എറ്റിക്വിറ്റി അല്ലെ. എന്താണ് നമ്മ പറയാറുണ്ട് തുമ്മുമ്പോൾ അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോഴൊക്കെ എന്താണ് വായു മൂക്കും പൊത്തിപ്പിടിക്കുക അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യാന് കൈ കഴുകാനൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അതൊക്കെയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് അറിയാവുന്നതൊക്കെ തന്നെയാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ആർ ദ മിനിമം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രാക്ടീസസ് that must be used at all times for all patients in all situation അല്ലെ. നമുക്ക് പറഞ്ഞു സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ മിനിമം ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ പ്രാക്ടീസ് ആണ് അല്ലെ. നമ്മുടെ ഇൻഫെക്ഷൻസിനെ തടയുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ. നമ്മ ഇത് ഇന്ന പർട്ടിക്കുലർ പേഷ്യന്റിന് അല്ലെങ്കിൽ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ യൂസ് ചെയ്താൽ മതി എന്നുണ്ടോ? ഇല്ല അല്ലെ. എല്ലാ സമയത്തും അറ്റ് ഓൾ ടൈം ഫോർ ഓൾ പേഷ്യൻസ് ഇൻ ഓൾ സിറ്റുവേഷൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് എല്ലാ പേഷ്യന്റിനും എല്ലാ സമയത്തും എല്ലാ സിറ്റുവേഷൻസിലും എല്ലാ സാഹചര്യത്തിലും നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് hand hygiene. Hand disinfection is considered one of the most important infection control measure for reducing the spread of infection. Infections spread ചെയ്യുന്നത് കുറയ്ക്കുന്നതിനുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മെഷർ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനമാണ് ഹാൻഡ് ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളത് അല്ലെ. കൈ കഴുകുക അല്ലെങ്കിൽ എന്താണ് ഹാൻഡ് വാഷിങ് അല്ലെങ്കിൽ ഹാൻഡ് റബ്ബിങ് അല്ലെ. എന്താണ് നമ്മുടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കുന്നതിനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനമാണ് ഹാൻഡ് ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളത്. ഹാൻഡ് ഹൈജീൻ ഈസ് എ ജനറൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു എനി ആക്ഷൻ ഓഫ് ഹാൻഡ് സാനിറ്റേഷൻ such as hand washing or hand rubbing അല്ലെ. നമ്മുടെ ഹാൻഡ് ഹൈജീൻ എന്നുള്ളത് എന്താണ് ഒരു ജനറൽ പൊതുവായിട്ടുള്ള ഒരു ടേം ആണ് അല്ലെ. എന്താണ് നമ്മൾ ഹാൻഡ് സാനിറ്റേഷൻ ചെയ്യുന്നത്, ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നത്, ഹാൻഡ്
റബ്ബിങ് ചെയ്യുന്നതൊക്കെ എന്തിൽ ഉൾപ്പെടും? ഹാൻഡ് ഹൈജീനിൽ ഉപയോഗിക്കാലോ, ഉൾപ്പെടുന്നുണ്ട് അല്ലെ? എന്താണ് നമ്മ ഹാൻഡ് വാഷിംഗ് ചെയ്യുന്നത്, നമ്മ എന്തെങ്കിലും ഹാൻഡ് വാഷർ ഉപയോഗിച്ച് ഹാൻഡ് വാഷിംഗ് ചെയ്യുക, അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ ഹാൻഡ് റബ്ബ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ ഹാൻഡ് സാനിറ്റേഷൻ ചെയ്യുന്നതൊക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? നമ്മുടെ ഹാൻഡ് ഹൈജീനിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് പറയുന്നത് മൈക്രോ ഓർഗാനിസംസ് ആർ ഐദർ പ്രസന്റ് ഓൺ ഹാൻഡ്സ് മോസ്റ്റ് ഓഫ് ദി ടൈം, റെസിഡന്റ് ഫ്ലോറ ഓൺ അക്വയർഡ് ഡ്യൂറിംഗ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ്, ട്രാൻസിയന്റ് ഫ്ലോറ അല്ലെ? എന്താണ് നമ്മുടെ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ഹാൻഡിൽ ഐദർ പ്രസന്റ്, ചില സമയത്ത് നമ്മ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ? ഇല്ലേ? നമ്മുടെ ശരീരത്തിൽ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഫസ്റ്റ് മിസ് അങ്ങനെയല്ലേ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ അല്ലെ? മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അതെന്താണ്? റെസിഡന്റ് ഫ്ലോറയാണ് അല്ലെ? നമ്മുടെ ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന ഇൻഫെക്ഷൻസ് അല്ലേ? അപ്പൊ അതാണ് മോസ്റ്റ് ഓഫ് ദ ടൈം റെസിഡന്റ് ഫ്ലോറ ഓർ അക്വയർഡ് ഡ്യൂറിംഗ് ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് അല്ലെ? നമ്മുടെ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ആർജിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യില് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അല്ലെ? അതാണ് ട്രാൻസിയന്റ് ഫ്ലോറ. ഒക്കെയാണോ? ക്ഷണികമായ കുറച്ചു സമയത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെ? എന്നുവെച്ചാല് റെസിഡന്റ് ഫ്ലോറ എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന അല്ലെ? നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ? ആദ്യം തന്നെ പറഞ്ഞു അല്ലെ? ഓപ്പർച്യൂണിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞു. അതെന്താണ്? നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ? അപ്പൊ നമ്മുടെ ഹാൻഡിൽ എന്താണ്? ഐദർ പ്രസന്റ് ഓൺ ഹാൻഡ്സ് മോസ്റ്റ് ഓഫ് ദി ടൈം, റെസിഡന്റ് ഫ്ലോറ. ഭൂരിഭാഗം സമയത്ത് നമ്മുടെ ശരീരത്തിൽ തന്നെ ജീവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ടാകും. ചില സിറ്റുവേഷനിൽ എന്ത് ചെയ്യും? നമ്മുടെ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ഇൻഫെക്ഷൻസിനെ ആർജിക്കില്ലേ, അക്വയർഡ് ചെയ്യില്ലേ? ചിലപ്പോ ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള ഒരു പേഷ്യന്റ് തൊട്ട സ്ഥലത്ത് നമ്മൾ തൊടാം അല്ലെ? ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിച്ച എന്താണ് എക്യുപ്മെന്റുകളിൽ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ പിടിക്കുക, അല്ലെങ്കിൽ അവർ പിടിച്ച ഹാൻഡ് റെയിലുമ പിടിക്കുക, അല്ലെങ്കിൽ ഡോറുമ പിടിക്കുക, അല്ലെങ്കിൽ അവർ ടച്ച് ചെയ്ത ടേബിളുമ പിടിക്കുക. അപ്പൊ നമ്മൾ അതെന്ത് ചെയ്യാണ്? നമ്മുടെ കയ്യില് മൈക്രോ ഓർഗാനിസംസിനെ എക്വയർ ചെയ്യില്ലേ അല്ലേ? അപ്പൊ എന്താ? മൈക്രോ ഓർഗാനിസംസ് ഐദർ പ്രസന്റ് ഓൺ മോസ്റ്റ് ഓഫ് ദ ടൈം റെസിഡന്റ് ഫ്ലോറ. നമ്മുടെ ഹാൻഡില് ചില സമയത്ത് എന്താണ്? മോസ്റ്റ് ഓഫ് ദ ടൈം, ഭൂരിഭാഗം സമയത്തും റെസിഡന്റ് ഫ്ലോറ. അതല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫെക്ഷൻസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസിനെ എക്വയർ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സമയത്ത് എന്താണ്? ദ എയിം ഓഫ് ഹാൻഡ് ഹൈജീൻ ഈസ് ടു റെഡ്യൂസ് ദ നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓൺ യുവർ ഹാൻഡ്സ്, particularly transient flora which may present a greater risk for infection control. അപ്പൊ നമ്മ ആ ഒരു ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഇൻഫെക്ഷൻസിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യില് ആർജിച്ച ഫ്ലോറിനെ അല്ലെ? ട്രാൻസിയന്റ് ഫ്ലോറിന്റെ ആ ഒരു ഇൻഫെക്ഷൻസ് റിസ്ക് നമുക്ക് ഒരു പരിധി വരെ കുറയ്ക്കാലോ അല്ലേ? ഓക്കെയാണോ? നമ്മൾ കൊറോണയുടെ സമയത്ത് നമ്മുടെ അടുത്ത് പറഞ്ഞു അല്ലെ? ഹാൻഡ് സാനിറ്റൈസിങ് ചെയ്യാം അല്ലെ? എല്ലാവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ബാഗില് സാനിറ്റൈസർ ഒക്കെ കൊണ്ടെടുക്കുന്നുണ്ടായില്ലേ? ഇതിനെന്തിനു വേണ്ടിയാണ്? ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മുടെ കയ്യില് ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുണ്ടെങ്കിൽ അത് കളയുന്നതിന് വേണ്ടിയിട്ടല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തില് നമ്മുടെ കയ്യില് എന്താണ് ഇൻഫെക്ഷൻസ് നമ്മുടെ ട്രാൻസിയന്റ് ഫ്ലോറ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നതിലൂടെ അല്ലെ? നമ്മൾ ഹാൻഡ് വാഷിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് റബ്ബ് ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻസിന്റെ ആ ഒരു റിസ്ക് കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെയാണോ? കൂടുതലായിട്ടും എന്താണ്? ട്രാൻസിയന്റ് ഫ്ലോറയാണ് അല്ലെ? റെസിഡന്റ് ഫ്ലോറ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നത് തന്നെയാണ് അല്ലെ?
കൂടുതലായിട്ടും നമുക്ക് ഏതിൽ നിന്നാണ് ഇൻഫെക്ഷൻസ് കൂടുതൽ നമുക്ക് അനുഭവപ്പെടാം? ട്രാൻസിയന്റ് ഫ്ലോറയിൽ അല്ലേ? മറ്റേ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഓർഗാനിസംസ് എന്താണ് ചില സിറ്റുവേഷനിലാണ് അല്ലെ ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ട് നമുക്ക് രോഗങ്ങൾ വരുത്തുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ ഇത് നെക്സ്റ്റ് ഹാൻഡ് വാഷിംഗ് നമുക്കറിയാവുന്നത് തന്നെയാണ്. ഹാൻഡ് ഷുഡ് ബി വാഷ്ഡ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ വെൻ വിസിബിളി സോയിൽഡ് ആഫ്റ്റർ യൂസിങ് ദ ടോയ്ലറ്റ്സ്. എന്താണ് നമുക്ക് വിസിബിളി സോയിൽഡ് ആയിട്ടുള്ള മലിനമായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? സോപ്പ് ഉപയോഗിച്ച് സോപ്പും വാട്ടർ ഉപയോഗിച്ച് ഹാൻഡ് കൈ കഴുകുക. അതല്ലെങ്കിൽ എന്താണ് ടോയ്ലറ്റ്സ് യൂസ് ചെയ്തതിന് ശേഷവും അല്ലെ നമുക്ക് കൈ കഴുകണം എന്ന് പറയാറുണ്ട് അല്ലെ. ടോയ്ലറ്റ് യൂസ് ചെയ്തതിന് ശേഷവും നമ്മുടെ കയ്യിൽ വിസിബിളി എന്തെങ്കിലും മലിനമായിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. ഹാൻഡ് റബ്ബിംഗ് വിത്ത് ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് ABHR കേട്ടോ. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, മാർക്ക് ചെയ്യുക. എന്താണ് ഹാൻഡ് റബ്ബിംഗ് വിത്ത് ആൽക്കഹോൾ ബേസ്ഡ് അല്ലെ ആൽക്കഹോൾ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് കാണാതെ നമ്മൾ എന്ത് ചെയ്യുക? ഹാൻഡ് റബ്ബ് ചെയ്യുക അല്ലെ. ഈസ് ദ പ്രിഫേർഡ് മെത്തേഡ് ഫോർ ഹാൻഡ് ക്ലീൻസിങ് in the healthcare settings when hands are not visibly soiled. അല്ലെ നമ്മ ഹാൻഡ് റബ്ബ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ കയ്യില് എന്തെങ്കിലും അഴുക്കുകളായിട്ടുണ്ട്, എന്തെങ്കിലും മലിനമായ സിറ്റുവേഷനിൽ നമ്മൾ ഹാൻഡ് റബ്ബ് ചെയ്യാറുണ്ടോ? നമ്മൾ ഓടിപ്പോയി കൈ കഴുകും അല്ലെ, അങ്ങനെയല്ലേ ചെയ്യുന്നത്? ഓടിപ്പോയി കൈ കഴുകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വിസിബിളി അല്ലാത്ത നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹാൻഡ് റബ്ബ് ചെയ്യാം അല്ലെ. സാനിറ്റൈസർ ഉപയോഗിച്ച് ചെയ്യാനല്ലേ നോക്കുള്ളൂ. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എന്താണ് ഹാൻഡ്സ് ആർ നോട്ട് വിസിബിളി സോയിൽഡ് അല്ലെ. നമ്മുടെ ഹാൻഡ്സ് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ മലിനമായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആൽക്കഹോൾ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് ഞാനിട്ട് ഹാൻഡ് റബ്ബ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നമ്മുടെ വീട്ടില് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത മലിനമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? കൈ കഴുകും അല്ലേ. ആദ്യം ആരോ പറഞ്ഞു നമ്മ കൈ കഴുകുന്നു ആണ്. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ കൈ കഴുകാറാണ് അല്ലേ. നമുക്ക് അവിടെ പ്രാക്ടിക്കലാണ്. ഏതൊരു സമയത്തും പോയി കൈ കഴുകുക എന്നുള്ളത് നമുക്ക് വീടുകളിൽ പ്രാക്ടിക്കലാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ ഏത് സമയം പോയി കൈ കഴുകാൻ പറ്റുമോ? ഏത് സമയം പോയി ഡോക്ടർക്ക് അല്ലെങ്കിൽ നഴ്സുമാർക്ക് ഇല്ല. അപ്പൊ അവിടെ എന്താണ് നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും വിസിബിൾ ആയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ആൽക്കഹോൾ കണ്ടന്റുകൾ അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് ഞാനിട്ട് ഹാൻഡ് റബ്ബ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ABHRS കേട്ടോ. ABHR നോട്ട് ചെയ്യാം കേട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ABHRS are most effective against most bacteria and many viruses than either medicated or non-medicated soap. അല്ലെ എന്താണ് നമുക്ക് ഹാൻഡ് ഹൈജീൻ എന്നുള്ള ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് എന്നുള്ളത് നമുക്ക് സോപ്പ് കൊണ്ട് നമ്മുടെ മെഡിക്കേറ്റഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് സോപ്പുകൾ ഉപയോഗിച്ച് കൈ കഴുകുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രക്രിയയാണ് അല്ലെ, ഒരു പ്രവർത്തനമാണ് അല്ലെ. ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിച്ച് കൈ റബ്ബ് ചെയ്യുക എന്നുള്ളത് അല്ലെ. നമുക്ക് എന്താണ് സോപ്പുകളൊക്കെ ഒരു പരിധി വരെയാണ് അല്ലെ. നമ്മുടെ കൊറോണയുടെ സമയത്ത് നമ്മൾ ബോധവൽക്കരണം നടത്തിയതാണ് അല്ലെ. എന്താണ് നമ്മുടെ സോപ്പൊക്കെ എന്താണ് ഒരു പരിധി വരെയാണ് നമ്മുടെ ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ച് കളയുന്നത്. പക്ഷെ എന്താണ് അതിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് എന്തിനെ നശിപ്പിച്ച് കളയാൻ പറ്റുന്ന സാനിറ്റൈസേഴ്സ് അല്ലേ, ആൽക്കഹോൾ കണ്ടന്റ് അടങ്ങിയിരിക്കുന്ന സാനിറ്റൈസേഴ്സിനെ നശിപ്പിച്ച് കളയാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? മോസ്റ്റ് ബാക്ടീരിയ കൂടുതൽ ബാക്ടീരിയാസിനെയും പലതരത്തിലുള്ള വൈറസസിനെയും എന്താണ് നമ്മൾ സോപ്പ് കൊണ്ട് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കൈ കഴുകുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആണ് നമ്മൾ ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബ് ചെയ്യുന്നത്. അല്ലേ?
ABHRS are also less drying on hands than washing hands with the soap and water. അല്ലേ? പിന്നെ എന്താണ്? And due to this cause less irritation to the skin. നമ്മ കൈ കഴുകിയിട്ട് തുണി കൊണ്ടൊക്കെ തുടച്ച് നമ്മ ഭയങ്കരമായിട്ട് നമ്മത് വെച്ചാക്കാറുണ്ടോ? വെച്ചേക്ക ഡ്രൈ ആക്കും അല്ലേ ഹാൻഡ്സ് അല്ലേ? കൈ കഴുകി കഴിഞ്ഞാല് നനഞ്ഞു കഴിഞ്ഞാല് നമ്മ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ നമ്മൾ നടക്കാറുണ്ടോ? കൈ നനഞ്ഞപ്പാടാണോ നടക്കുന്നത്? നമ്മ പോയിങ്ങാട്ട് നല്ലോണം തുടക്കില്ലേ, ഡ്രൈ ചെയ്യിക്കും. പക്ഷേ ആൽക്കഹോൾ ഹാൻഡ് റബ്ബ്, അതായത് നമ്മ സാനിറ്റൈസർ ഒക്കെ ഉപയോഗിച്ച് ഹാൻഡ് റബ്ബ് ചെയ്താൽ നമ്മുടെ കൈ നല്ലോണം റബ്ബ് ഡ്രൈ ആവുന്നുണ്ടോ? ഒരു ചെറിയ വെച്ചായിരിക്കും അല്ലെ, ചെറിയൊരു ഈർപ്പ് ഉണ്ടാവില്ലേ നമ്മുടെ കയ്യുമ്പഴ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഇല്ലേ? അപ്പൊ എന്താണ്? ആൽക്കഹോൾ ABHRS ഓൾസോ ലെസ് ഡ്രൈയിങ് ഓൺ ഹാൻഡ്സ് അല്ലെ? നമ്മുടെ ABHR എന്ന് പറയുന്നത് നമ്മുടെ കൈ എന്താണ്? ലെസ് ഡ്രൈയിങ് ആണ് അല്ലെ? ഒരുപാട് ഡ്രൈ ഉണക്കുന്നില്ല. വാഷിംഗ് ഹാൻഡ്സ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ, നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മുടെ കൈ കഴുകുന്നത് അത്രയും നമ്മുടെ കൈകൾ എന്ത് ചെയ്യുന്നില്ല എന്ന് ABHR ഡ്രൈ ആക്കുന്നില്ല അല്ലെ? ആൻഡ് ഡ്യൂ ടു ദിസ് കോസ് ലെസ് ഇറിറ്റേഷൻസ് ടു സ്കിൻ അല്ലെ? അപ്പൊ ഇതെന്താണ്? നമ്മുടെ സ്കിന്നിന് ചെറിയ രീതിയിലുള്ള ഒരു ഇറിറ്റേഷൻ ആണ് കിട്ടുന്നത് അല്ലെ? അധികം ഇറിറ്റേഷൻ ഒന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ABHR should be applied to dry hands. നമ്മ നനഞ്ഞ കയ്യിൽ ആരെങ്കിലും സാനിറ്റൈസർ ഉപയോഗിക്കാറുണ്ടോ? നനഞ്ഞിരിക്കുന്ന കയ്യില ഇല്ല അല്ലെ? എന്താണ്? ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സാനിറ്റൈസേഴ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെയാണോ? നമ്മുടെ കൈ ചെറിയ രീതിയിൽ വെച്ചായിരിക്കുന്നത് കൊണ്ട് ഇത് നമുക്ക് എന്തുണ്ടാക്കുന്നല്ലാണ്? കൂടുതലായിട്ടുള്ള ഇറിറ്റേഷൻസ് അല്ലെ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നില്ല. കൂടാതെ നമ്മ എന്താണ്? നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഹാൻഡ്സിലാണ് നമ്മ എന്ത് ചെയ്യുന്നത്? ആൽക്കഹോൾ ബേസ്ഡ് ഹാൻഡ് റബ്ബുകൾ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? നെക്സ്റ്റ്, the 5 moments for hand hygiene or times when hand hygiene should be attended to was developed by the World Health Organization, WHO. നമ്മുടെ ഹാൻഡ് ഹൈജീൻ ചെയ്യുന്നത്, കൈകൾ വൃത്തിയാക്കുന്നതിനെ കുറിച്ച് 5 മൊമെന്റ്സ്, 5 സാഹചര്യങ്ങൾ അല്ലെങ്കിൽ 5 സമയങ്ങളാണ് പറയുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കിയത് ഫസ്റ്റ് 5 മൊമെന്റ്സ് ഏതൊക്കെയാണ്? ആ ഒരു 5 സാഹചര്യങ്ങൾ നോക്കി. ബിഫോർ പെർഫോമിംഗ് എ പ്രൊസീജിയർ അല്ലെ? നമ്മൊരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെ, നമ്മ പറഞ്ഞു ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പും ശേഷവും അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുമ്പും ശേഷവും നമ്മ ഹാൻഡ് ഹൈജീൻ ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ, പെർഫോം ചെയ്യുന്നതിന് മുമ്പ്. നെക്സ്റ്റ് എന്താണ്? ബിഫോർ ടച്ചിങ് എ ക്ലയന്റ്, ഒരു ക്ലയന്റിനെ തൊടുന്നതിന് മുമ്പ്, ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഹാൻഡ് ഹൈജീൻ ചെയ്യണം അല്ലെ? നെക്സ്റ്റ് പറയുന്നത് ആഫ്റ്റർ ടച്ചിങ് ദ എൻവിയോൺമെന്റ് അറൌണ്ട് എ ക്ലയന്റ്, ഒരു ക്ലയന്റിന് ചുറ്റുപാടുമുള്ള ആ ഒരു എൻവിയോൺമെന്റ്, ആ ഒരു സ്ഥലം നമ്മ തൊട്ടതിന് ശേഷം അല്ലെ, ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കൈ കഴുകുക. ആഫ്റ്റർ ടച്ചിങ് എ ക്ലയന്റ്, ആ ക്ലയന്റിനെ തൊടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ഹൈജീൻ ചെയ്യണം. തൊട്ടതിന് ശേഷം അല്ലെ, ആഫ്റ്ററും നമ്മൾ എന്ത് ചെയ്യണം? ഹാൻഡ് ഹൈജീൻ ചെയ്യണം. അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ 4 എണ്ണല്ലേ ഉള്ളൂ, 5 മൊമെന്റ്സ് ഉണ്ട് കേട്ടോ. അതൊന്ന് എഴുതി ചേർത്തേ. നിങ്ങളുടെ പ്രിന്റിലുണ്ടോ? പ്രിന്റിലുണ്ടോ? അപ്പൊ എഴുതി ചേർത്തേ. ആഫ്റ്റർ എ പ്രൊസീജിയർ, after a procedure or body fluid exposure risk. After a procedure or body fluid exposure risk അല്ലെ? എന്താണ്? ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം അല്ലെ, അതല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും ബോഡി ഫ്ലൂയിഡ് കൊണ്ട് അല്ലെ, ബ്ലഡ് കൊണ്ടോ അല്ലെങ്കിൽ അതർ ബോഡി ഫ്ലൂയിഡ് കൊണ്ട് സമ്പർക്കം പുലർത്തിയതിനു ശേഷം നമ്മ കൈ കഴുകണ്ടേ? ഹാൻഡ് ഹൈജീൻ ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരില്ലേ? അപ്പൊ എന്താണ്? 5 സാഹചര്യം നമ്മുടെ WHO ഒന്നുകൂടെ പറയാം.
exposure, exposure risk, exposure risk. കിട്ടിയോ? നമ്മുടെ എക്സ്പോസർ റിസ്ക് നമ്മുടെ എന്താണ് WHO ഫുള്ള് പറയണം. ആഫ്റ്റർ എ പ്രൊസീജിയർ or body fluid exposure risk. എന്താണ് നമ്മുടെ WHO 5 സാഹചര്യങ്ങളിൽ 5 സമയത്താണ് എന്ത് കൈകള് ഹാൻഡ് ഹൈജീൻ ചെയ്യണമെന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? ഒരു രോഗി ഫസ്റ്റ് എന്താണ്? ഒരു രോഗിയെ തൊടുന്നതിന് മുമ്പ് അല്ലെ, ബിഫോർ ടച്ചിങ് എ ക്ലയന്റ്. നെക്സ്റ്റ് പറയുന്നത് എന്താ? ആഫ്റ്റർ ടച്ചിങ് എ ക്ലയന്റ് അല്ലെ, ഒരു രോഗിയെ ടച്ച് ചെയ്തതിന് ശേഷം. പിന്നെ പറയുന്നത് എന്താ? ബിഫോർ പെർഫോമിംഗ് എ പ്രൊസീജിയർ അല്ലെ, ഒരു പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ്. നെക്സ്റ്റ് എന്താണ്? ആഫ്റ്റർ എ പ്രൊസീജിയർ എന്താണ്? ഒരു പ്രൊസീജിയറിന് ശേഷമോ അതല്ലെങ്കിൽ എന്താണ്? ബോഡി ഫ്ലൂയിഡ് കൊണ്ട് സമ്പർക്കം പുലർത്തിയതിനു ശേഷം അല്ലേ, നമ്മുടെ ഒരു പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും ട്യൂബുകൾ ഇൻസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം എന്താണ്? ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ ബോഡി ഫ്ലൂയിഡ്സുകൾ ആവാലോ രോഗിയുടെ ശരീരത്തിൽ നിന്ന്. അപ്പൊ ആ ഒരു ബോഡി ഫ്ലൂയിഡ് എക്സ്പോസർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? കൈ കഴുകുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആഫ്റ്റർ ടച്ചിങ് ദ എൻവയോൺമെന്റ് അറൌണ്ട് എ ക്ലയന്റ് അല്ലെ, ആ രോഗിക്ക് ചുറ്റുപാടുമുള്ള ആ ഒരു എൻവയോൺമെന്റിൽ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം അല്ലെ കൈ കഴുകണം അല്ലെ. ചിലപ്പോ ചില രോഗികൾ വന്നിരുന്നിട്ട് അല്ലെ, അവര് ലിനൻസുമ വന്നിരുന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മ അവരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൈകള് കഴുകണം അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE അല്ലെ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. അപ്പൊ നോക്കാം. The use of gloves should not be considered an equivalent to performing hand hygiene. എന്താണ്? നമുക്ക് ഗ്ലൗസുകൾ ധരിക്കുന്ന വെച്ച് നമ്മ എന്താണ് കൈകൾ വൃത്തിയാക്കണം എന്നുണ്ടോ? ഇല്ല. ഹാൻഡ് ഹൈജീൻ ചെയ്യണ്ടെന്നുണ്ടോ? നമ്മള് ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ട്, കയ്യിൽ ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ട് എന്ന് വെച്ച് ഹാൻഡ് ഹൈജീൻ ചെയ്യണ്ടെന്നുണ്ടോ? കൈകള് കഴുകണ്ട, കൈകളെ റബ്ബ് ചെയ്യണ്ടെന്നുണ്ടോ? ഇല്ല അല്ലെ. നമ്മ എന്താണ്? ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ടെങ്കിലും നമ്മ എന്ത് ചെയ്യണം? ഹാൻഡ് ഹൈജീന് നിർബന്ധമായും ചെയ്യണം അല്ലെ, നിർബന്ധമായും ചെയ്യണം. അപ്പൊ എന്താണ്? നമ്മ ഗ്ലൗസുകൾ ധരിച്ചിട്ടുണ്ടെന്ന് വെച്ച് അതെന്താണ്? ഹാൻഡ് ഹൈജീന് തുല്യമാകുന്നില്ല അല്ലെ, ഇക്വാലന്റ് ആകുന്നില്ല. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഹാൻഡ് ഹൈജീൻ ഈസ് റിക്വയർഡ് ബിഫോർ പുട്ടിംഗ് ഓൺ ഗ്ലൗസ് ആൻഡ് പ്രോംപ്റ്റ്ലി ആഫ്റ്റർ റിമൂവ് അല്ലെ. നമ്മ എന്ത് ചെയ്യണമെന്ന്? ഒരു ഗ്ലൗസ് ധരിക്കുന്നതിന് മുമ്പും ശേഷവും എന്ത് ചെയ്യണമെന്ന്? ഹാൻഡ് ഹൈജീൻ ചെയ്യണം. ഒക്കെയാണോ? ചില സിറ്റുവേഷനിൽ കാണാറില്ലേ, ഗ്ലൗസുകൾ ധരിക്കുന്നതിന് മുമ്പ് ഡോക്ടറോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാഫുകളോ കയ്യിലെ ഹാൻഡ് റബ്ബ് ചെയ്തതിനു ശേഷം ഗ്ലൗസുകൾ ഇടുന്നതൊക്കെ കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഉണ്ടല്ലേ. അപ്പൊ എന്താണ്? നമ്മൾ എന്താണ്? ഗ്ലൗസുകൾ ഇടുന്നതിന് മുമ്പും ശേഷവും നിർബന്ധമായിട്ട് ഹാൻഡ് ഹൈജീൻ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് വിയർ ഗ്ലൗസ്, ഗ്ലൗസ് ധരിക്കാം. എങ്ങനെയുള്ള ഗ്ലൗസുകളായിരിക്കണം ധരിക്കേണ്ടത്? സിംഗിൾ യൂസ് അല്ലെ, നമുക്ക് ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെ. ഒരു രോഗിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഡിസ്പോസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? സിംഗിൾ യൂസ്, ഒറ്റ തവണ ഉപയോഗിക്കാൻ പറ്റുന്ന നോൺ സ്റ്റെറിലൈൻ, നമ്മൾ സ്റ്റെറിലൈൻ ഇത് ഉപയോഗിക്കാത്ത രീതിയിലുള്ള ഗ്ലൗസുകൾ വേണം ധരിക്കുന്നതിന് വേണ്ടിയിട്ട്. when there is the potential for contact with blood, body fluid substances, mucous membrane or non intact skin അല്ലെ. അപ്പൊ എന്താണ്? നമ്മ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗ്ലൗസുകൾ ധരിക്കാന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഫോർ കോണ്ടാക്ട് വിത്ത് ബ്ലഡ് അല്ലെ, ബ്ലഡുമായിട്ട് കോണ്ടാക്ട് വരിക, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് അതർ സബ്സ്റ്റൻസസുമായിട്ട് നമുക്ക് സമ്പർക്കം വരിക, അല്ലെങ്കിൽ മൂക്കസ് മെമ്പറൈനുമായിട്ട് അല്ലെങ്കിൽ നോൺ ഇൻടാക്ട് സ്കിന്നുമായിട്ടൊക്കെ നമുക്ക് കോണ്ടാക്ട് വരുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്ലൗസുകൾ ധരിക്കേണ്ടത്. അതായത് ഒരു രോഗിയെ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗ്ലൗസുകൾ ധരിക്കണം അല്ലെ.
അല്ലേ? അതല്ലെങ്കിൽ എന്താണ്, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ നമ്മൾ ഒരു രോഗിയെ നേരിട്ട് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ? നെക്സ്റ്റ്, sterile gloves are only necessary for certain invasive process അല്ലെ? എന്താണ്, ചില ഇൻവെസീവ് പ്രോസസ്സുകൾ നമുക്ക് സർജറി ഒക്കെ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഗ്ലൗസുകൾ എങ്ങനെയായിരിക്കും? സ്റ്റെറൈൽ ചെയ്തതായിരിക്കും അല്ലെ? സ്റ്റെറൈൽ ചെയ്ത ഗ്ലൗസുകളല്ലേ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താണ്, sterile gloves are only necessary for certain invasive process. certain ചില ഇൻവെസീവ് പ്രോസസ്സുകൾക്ക് മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഗ്ലൗസുകൾ ധരിക്കുന്നത്, സ്റ്റെറൈൽ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. അതർവൈസ് നോൺ സ്റ്റെറൈൽ ഗ്ലൗസ് മേ ബി യൂസ്ഡ് ഇഫ് ആൻ അസെപ്റ്റിക് നോൺ ടച്ച് ടെക്നിക് ഈസ് യൂസ്ഡ് അല്ലെ? അതർ എന്താണ്, നോൺ ടച്ച് ടെക്നിക്കുകൾക്കൊക്കെ നമ്മൾ എങ്ങനെയുള്ള ഗ്ലൗസുകളാണ്, നോൺ സ്റ്റെറൈൽ ഗ്ലൗസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമ്മൾ സർട്ടൻ ആയിട്ടുള്ള ചില ഇൻവെസീവ് പ്രോസസ്, അതായത് സർജറി പോലെയുള്ള ഇൻവെസീവ് പ്രോസസ്സുകളിലാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, സ്റ്റെറൈൽ ഗ്ലൗസുകൾ ധരിക്കുന്നത്. മറ്റ് നോൺ ടച്ച് ടെക്നിക്കുകളിലൊക്കെ നമ്മൾ എന്താണ്, വൺ ടൈം ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്ലൗസുകളായിരിക്കും ധരിക്കേണ്ടത്. ഒരു പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെ, അവരെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ ബ്ലഡ് ഒക്കെ ടെസ്റ്റിന് വേണ്ടി എടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ എങ്ങനെയുള്ളതായിരിക്കും ഉപയോഗിക്കുന്നത്, വൺ ടൈം യൂസ് ചെയ്യേണ്ട ഗ്ലൗസുകളായിരിക്കണം ധരിക്കേണ്ടത്. ഓക്കെ ആണോ? ചേഞ്ച് ഗ്ലൗസ് ബിറ്റ്വീൻ ടാസ്ക് ആൻഡ് പ്രൊസീജിയർ ഓർ സെയിം പേഷ്യന്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില സിറ്റുവേഷനിൽ ഒരു പേഷ്യന്റിൽ തന്നെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് ഡോക്ടേഴ്സ് ഗ്ലൗസുകൾ ചേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുമ്പോൾ അവര് ഗ്ലൗസിൽ കൂടുതലായിട്ട് ബ്ലഡ് ആവുക, അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആകുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കൂടുതൽ മലിനമാവൊക്കെ ചെയ്യുമ്പോൾ അവർ ഗ്ലൗസുകൾ മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്, ചേഞ്ച് ഗ്ലൗസ് ബിറ്റ്വീൻ ടാസ്ക് ആൻഡ് പ്രൊസീജിയർ ഓൺ ദി സെയിം പേഷ്യന്റ്. ഒരു പേഷ്യന്റിൽ തന്നെ ഒരു ടാസ്ക് ഇടയിൽ അല്ലെ, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറിന്റെ ഇടയിൽ തന്നെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് ഗ്ലൗസുകൾ ചേഞ്ച് ചെയ്യാറുണ്ട്. ഗ്ലൗസ് ഷുഡ് ബി റിമൂവ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ എ പ്രൊസീജിയർ ആൻഡ് ഹൈജീൻ പെർഫോംഡ് so as to avoid polluting the environment, other patient or other sites on the same patient അല്ലെ? നമ്മൾ ഗ്ലൗസുകൾ റിമൂവ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, ഹാൻഡ് ഹൈജീൻ ചെയ്യണം അല്ലേ? ആ ഒരു എൻവയോൺമെന്റ് അവര് ഒരു ടച്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെ, വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്ന് ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സ്റ്റാഫോ ടച്ച് ചെയ്ത് പൊല്യൂട്ട് ആക്കുന്നതിന്, മലിനമാക്കുന്നതിന് മുമ്പ് തന്നെ ഗ്ലൗസുകൾ ഉരിയ സമയത്ത് തന്നെ അവർ എന്ത് ചെയ്യാം, ഹാൻഡ് ഹൈജീൻ ചെയ്യുക അല്ലെ? ഒന്നെങ്കിൽ ഹാൻഡ് റബ്ബ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് ചെയ്യുകയോ ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് അതിൽ നോക്കിയ മക്കളെ, other patients or other sites on the same patient അല്ലെ? അത് അവിടെ തന്നെ വരുന്നതാണ് കേട്ടോ. Polluting the environment, other patient on other sites on the same patient. ആ ഒരു ഗ്ലൗസുകൾ ഊരി അവർ വേറൊരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ വേറൊരു സൈറ്റിൽ തൊടുന്നതിന് മുമ്പോ, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിൽ തന്നെ പൊല്യൂട്ട് ആകുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യാന്ന്, കൈകള് കഴുകുക അല്ലെ? ഹാൻഡ് ഹൈജീൻ ചെയ്യുക. ഓക്കെ ആയോ? അത് നിങ്ങൾക്ക് സ്റ്റാർ ഇട്ടിട്ട് തന്നേക്കണം. നെക്സ്റ്റ് പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ അത് പോയിന്റ് അല്ല, അതിൽ കൂടി തന്നെ ഉള്ളതാണ് കേട്ടോ. അവരെന്താണ്, ആ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ആ ഒരു മെഡിക്കൽ സ്റ്റാഫ് ആ ഒരു ഗ്ലൗസ് ഊരി വേറൊരു പേഷ്യന്റിനെ തൊടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി തൊടുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിൽ തന്നെ
തൊടുന്നതിന് മുമ്പ് അവർ എന്ത് ചെയ്യുക? ഗ്ലൗസുകൾ ഒരു ഊരിയപ്പാടെ തന്നെ പോയി കൈ ഹാൻഡ് ഹൈജീൻ ചെയ്യുക. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഗ്ലൗസ് യൂസ്ഡ് ഫോർ ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസ് ആർ ടു ബി സിംഗിൾ യൂസ് ഓൺലി. അല്ലേ? എന്താണ് നമ്മൾ ഗ്ലൗസുകൾ പറഞ്ഞു സിംഗിൾ യൂസ് ഓൺലി അല്ലെ? ഹെൽത്ത് കെയർ ആക്ടിവിറ്റീസിൽ അല്ലെ? ആരോഗ്യ സംരക്ഷണ പ്രവർത്തനം ഒരു തവണ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഗ്ലൗസുകൾ ഉപയോഗിക്കുന്നത്. ABHR should not be used on gloves to sanitize them, nor should gloves be washed with the soap and water and continued to be used. അല്ലെ? ABHR എന്താണ്? Alcohol based hand rub should not be used on gloves to sanitize them. അല്ലെ? നമുക്ക് ആ ഒരു ഗ്ലൗസുകൾ സാനിറ്റൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സാനിറ്റൈസ് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ? നമ്മൾ എന്ത് ചെയ്യാം? വൺ ടൈം ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? അത് നമ്മൾ എടുക്കുക, ആ ഒരു ഗ്ലൗസ് ആ ഒരു പാക്കറ്റിൽ നിന്ന് എടുക്കുക, കയ്യമ്മിടുക. സാനിറ്റൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ? കൂടാതെ എന്താണ്, നമ്മ ആ ഒരു ഗ്ലൗസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്താണ് സോപ്പോ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് വീണ്ടും ആ ഒരു ഗ്ലൗസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റോ? ഇല്ല. നമ്മ ആദ്യം തന്നെ പറയുന്നുണ്ട് അല്ലെ? എന്താണ്? ഗ്ലൗസുകള് വൺ ടൈം യൂസ് ആണ് അല്ലെ? ഒരു തവണ ഒറ്റ തവണ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലൗസ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താണ് വെള്ളം സോപ്പൊക്കെ ഉപയോഗിച്ച് വീണ്ടും കഴുകി ഉപയോഗിക്കാനായി പാടില്ല. ഓക്കെയാണോ? ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയേ മിസ്. ഇത്ര എടുത്ത ഭാഗം ഒന്ന്. നെക്സ്റ്റ് ഗൗൺസ് ആൻഡ് ആപ്രോൺസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് അതൊക്കെ. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മിസ് ഇത്ര എടുത്ത ഭാഗം ഒന്ന് നോക്കിയേ. ഹാൻഡ് ഹൈജീനില് ഹാൻഡ് ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ള ഫസ്റ്റ് സെന്റൻസ് ഇല്ലേ? അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മളിവിടെ എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ ദ ഹാൻഡ്ലിംഗ് ഓഫ് എന്ന് പറഞ്ഞു തന്നിട്ടില്ലേ? നമ്മൾ സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് ഏതൊക്കെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് അത് അടയാളപ്പെടുത്താം കേട്ടോ. പിന്നെ എന്താണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ടില്ല മിസ്? അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്താം കേട്ടോ. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെയാണോ? ക്ലിയർ ആണോ? ഓക്കെയാണ് മാം. ഇന്നത്തെ ക്ലാസ് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഇത്രയും ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മാം, ഈസി ആണ് ഇത് കുറച്ചുകൂടി. ഈസി ആണല്ലേ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.